ടോക്സ് വിത്ത് ശില്പ ബാലയിലെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പടം റെന്റൽ ഫാമിലിയാണ്. അപ്പോൾ റെന്റൽ ഫാമിലി എന്നുള്ള പേര് കേട്ടിട്ട് ഇംഗ്ലീഷ് മൂവീസ് അധികം ഫോളോ ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓക്കെ വേണ്ട, ഇംഗ്ലീഷ് പടമല്ലേ വേണ്ട നിൽക്ക്, ഇത് ഒരു ഇംഗ്ലീഷ് പടമാണെന്ന് കരുതി നിങ്ങളത് കാണാതിരിക്കരുത്. സ്പെഷ്യലി ഫോർ ഇംഗ്ലീഷ് പടങ്ങൾക്ക് അധികം കാണാൻ താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ വേണം കണ്ടു തുടങ്ങാൻ. അതേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്ന കുറേ പേര് ഹോളിവുഡ് മൂവീസ് ഒന്നും ഫോളോ ചെയ്യാറില്ല, അവ ബേസിക്കലി വലിയ താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് വാച്ചിങ് ദ ബെസ്റ്റ് പിക്സ്, അതായത് സ്ക്രിപ്റ്റിലും അതിനകത്തുള്ള ലൈഫിലും ഒക്കെ ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്ന കോണ്ടന്റ്, അതിപ്പോൾ ഏത് ഭാഷയിലായിക്കോട്ടെ, നമ്മൾ മലയാളികൾ വരെ ഇപ്പം കൊറിയ സിനിമകൾ വരെ വളരെ അധികം കാണുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ബ്രിങ് സംതിങ് ഇൻ ഇംഗ്ലീഷ് ഫോർ ദ സെക്കൻഡ് എപ്പിസോഡ് ആൻഡ് ദാറ്റ് ഈസ് റെന്റൽ ഫാമിലി. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ ഈ കോൺസെപ്റ്റിൽ. അതായത് വാടകയ്ക്ക് ഒരു അച്ഛനെയോ അമ്മയോ ഒരു സഹോദരിയോ സഹോദരനോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഈവൻ കുട്ടികളെ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് നിങ്ങൾ വെറും ഒരു സിനിമാ കഥയായിട്ട് നിങ്ങൾ എടുക്കരുത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം 1990 ജാപ്പനീസുകാർ ശരിക്കും അവരുടെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഈ റെന്റൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഏജൻസി where they hire actors. അതിനകത്ത് ആക്ടേഴ്സ് ഉണ്ടാവും who will take up the role of anybody. അതായത് ഇപ്പം എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് ഒരു ബ്രദറായിട്ട് ഒരാൾ നാളെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ബ്രദറിനെ എൻ്റെ ഒരു ആക്ടറിൻ്റെ രൂപത്തിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. എല്ലാവർക്കും കൺവിൻസ്ഡ് ആവും അതെൻ്റെ ബ്രദറാണെന്ന്. ആവശ്യം കഴിഞ്ഞു, ഞാൻ അവർക്ക് അവരുടെ സാലറിയും കൊടുത്ത് അവർ പോകുന്നു. സപ്പോസ് എനിക്ക് ഈ ബ്രദറിനെ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവരുടെ പേയ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും കുറച്ച് നാൾ മുമ്പ് ഒരു മീമിൽ കണ്ടൊരു കാര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് വിശ്വസിച്ചില്ല. അതായത് ഭാര്യമാരെ റെന്റിന് എടുക്കാവുന്ന ഒഫീഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ. ഈ പടം കാണുന്നവരെ ഞാൻ അതിൽ കൺവിൻസ്ഡ് ആയിരുന്നില്ല. എന്നാൽ ഇപ്പോഴും ഏകദേശം ഒരു 2002 ആകുമ്പോഴത്തേക്കും 10 റെന്റൽ ഫാമിലി ഏജൻസീസ് ആണ് ജപ്പാനിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കെ എന്തൊക്കെ തരം കാര്യങ്ങളാണ് ഈ മൂവിയിൽ നടക്കുന്നത് അല്ലേ. എന്നാൽ ഇതാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ബ്രെൻഡൻ ഫ്രേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനാണ് ഇതിൽ മെയിൻ റോൾ ചെയ്തേക്കുന്നത്. മമ്മി റിട്ടേൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയെ പരിചയം ഉണ്ടാവും. വളരെയധികം സ്ക്രീൻ പ്രസൻസ് ഉള്ള, സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടറാണ് പുള്ളി. ഒരു അമേരിക്കൻ ആണ്, ജപ്പാനിലേക്ക് വന്ന് ജോലി തേടി സെറ്റിൽ ആവാൻ വേണ്ടി വരികയാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നിട്ട് പുള്ളി ജോയിൻ ചെയ്യാണ് റെന്റൽ ഫാമിലിയുടെ ഈ ഏജൻസിയിൽ. അപ്പോൾ പുള്ളിക്ക് മാനസികമായി വലിയ യോജിപ്പൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു ജോലി ഏറ്റെടുക്കാൻ. പക്ഷേ ജീവിക്കാൻ ഉള്ള വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് പുള്ളി അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അത് ശ്രമിച്ചു നോക്കുന്നതാണ്. അതിലൂടെ പുള്ളിയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കൊച്ചിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയും സിംഗിൾ ആയിട്ടുള്ള അമ്മയും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു അച്ഛനെ വേണം, സ്കൂളിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഹയർ ചെയ്യുന്നതും ആ അമ്മ. ആൻഡ് അവർ പറയുന്ന ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം കൊച്ചിന് എന്ത് വന്നാലും സംശയം തോന്നരുത്, ദാറ്റ് ഇത് ശരിക്കുമുള്ള അച്ഛനല്ല എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി വളരെ സ്മാർട്ടായിട്ടുള്ള ആ കുട്ടീനെ ആദ്യത്തെ ഒരു 1-2 ദിവസം അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് അടുപ്പിക്കാനോ. ആ കുട്ടി വിശ്വസിക്കുന്നില്ല ഇതെൻ്റെ അച്ഛനാണെന്നുള്ളത്. സ്വാഭാവികമാണ്, കുറച്ച് വലിയ കുട്ടിയാണത്. പക്ഷേ വഴിയെ ആ കുട്ടിക്ക് ആ അച്ഛനോട് വളരെയധികം സ്നേഹം തോന്നും. കാരണം ഇദ്ദേഹം വളരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അഭിനയിക്കുകയാണെങ്കിൽ പോലും ആ കുട്ടീനെ കൺവിൻസ് ചെയ്യുന്ന ആ ഒരു ശ്രമത്തിൽ കുട്ടിയായിട്ട് ഒരു വളരെ പ്യുവറായിട്ടുള്ള ഒരു ബോണ്ട് അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. അപ്പം അതിലൂടെ ചെറിയൊരു ഫോളോട്ടും ഡൗട്ട്സും ഒക്കെ അതിൻ്റെ അമ്മയ്ക്ക് വരും. സ്വാഭാവികം, എൻ്റെ കുട്ടിയുടെ സേഫ്റ്റി എങ്ങനെയായിരിക്കും, ഇത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് തന്നെ പണിയാവോ തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ എന്തായാലും ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ ഇവിടുന്ന് പോകുന്നുള്ളത് ഈ അമ്മയ്ക്കും അറിയാം, പക്ഷെ കുട്ടിക്ക് അറിയില്ല. ഇതെങ്ങനെയാണ് കുട്ടിയോട് ഇത് അവതരിപ്പിക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം അണ്ടർഗോ ചെയ്യുന്ന നിരവധി ചാലഞ്ചസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷറുണ്ട്, ഏജൻസിയിൽ നിന്ന് വരുന്ന ഒരു പ്രഷറുണ്ട്. ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇദ്ദേഹം വേറൊരു ആവശ്യത്തിനും ഒരാളുടെ സുഹൃത്തായിട്ട് പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇമോഷണൽ ബോണ്ടിങ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ
ക്വാളിറ്റീസ് കൊണ്ട് അദ്ദേഹം ചെയ്തു പോകുന്നുണ്ട്, വിച്ച് ഹിറ്റ്സ് ഹിം ബാക്ക് വെരി ബാഡ്ലി അദ്ദേഹത്തിൻ്റെ ജോബിൽ. ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ. നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് റിയൽ ലൈഫിലെ കുറേ കാര്യങ്ങളായിട്ട് സാമ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ പടം കാണുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. ആ ഒരു അപ്രോച്ച് ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെയാണ് ആ കുട്ടി ആ സെപ്പറേഷനായിട്ട് ഡീൽ ചെയ്യുന്നതും ഇദ്ദേഹം എങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് ഈ ജോബ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ, ഇതിൻ്റെ ഒക്കെ മേലെ വേറെ എന്നെ സർപ്രൈസ് ചെയ്യിച്ച മറ്റൊരു ബ്രില്യൻറ്റ് റൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഈ ഏജൻസി, റെന്റൽ ഫാമിലി ഏജൻസി നടത്തുന്ന ആൾ എന്ന് പറയുന്നത്. പുള്ളി വളരെ പെർട്ടിക്കുലർ ആണ്, പുള്ളി വളരെ ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. പുള്ളിയുടെ ജീവിതം അവർ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം വരും ആ സിനിമയിൽ. അവിടെയാണ് നമ്മൾ ആകെ ഹാർട്ട് ബ്രോക്കൺ ആവുന്നത്. അതിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അബൌട്ട് എത്രയൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാർ ഈ സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാനും നല്ല ഒപ്പീനിയൻ കിട്ടാനും പ്രസന്റബിളായി തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ. ജപ്പാനിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു ഫാമിലിയിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയും എന്താ പറയുക, നമ്മൾ സമൂഹത്തിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ട് നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെ അത് കുറേ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ അവിടെ ഇന്നും നടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ്. ഇറ്റ് ഈസ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ കോൾഡ് റെന്റൽ ഫാമിലി. ലെറ്റ് മീ നോ ആഫ്റ്റർ വാച്ചിങ്.